കാണുന്നുണ്ട തിളക്കം കിട്ടാ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ വരുന്നുണ്ട് ലൈറ്റിങ്. ഇനി ഞാൻ ഇന്ത്യ ഗേറ്റ് കണ്ടില്ലാന്ന് പറഞ്ഞത്. ഇതാണ് ഇന്ത്യ ഗേറ്റ്. ഹായ് ഹലോ, ഇറ്റ്സ് മീ ശിൽപ ജേസൺ. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യ ഗേറ്റിലാണ്. ഇത് നോക്ക്, ഗേറ്റ് കണ്ടിടുമോ എന്നെ കാണിക്കാതെ. ഇന്ന് December 25. ഇന്നത്തെ ദിവസം തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കി തന്നെ. December 25 ആയിട്ട് സാധാരണ എല്ലാ ക്രിസ്മസിനും വീട്ടിൽ എന്താ പറയുക ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്ത് ചിലപ്പോൾ വല്ലപ്പോഴും കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്ത് അങ്ങനെ പോവാറുള്ള ക്രിസ്മസ് ഇത്രയും നൈസായിട്ടൊരു പരിപാടിയാക്കി തന്നത് ഹസ്ബൻഡാണ്. സോ സ്പെഷ്യലി താങ്ക്സ് ഫോർ മിസ്റ്റർ ജെയ്സനെ. കാണാത്തവർക്ക് ക്യാമറ തിരിച്ച് കാണിച്ചു കൊടുക്കുക, അപ്പോൾ കാണാൻ പറ്റും. എന്നെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഞാനുണ്ട്. ഇത്രയും മനോഹരമായിട്ട് കാണണമെങ്കിൽ ഈ സമയത്ത് വരണം. പകല് വന്നാൽ കാണാൻ പറ്റും, അതായത് പകൽ മീൻസ് ഉച്ചക്കൊക്കെ വന്നാൽ കാണാൻ പറ്റും, രാവിലെ വന്നാൽ കാണാൻ പറ്റും. പക്ഷെ ഇത്രയും ലൈറ്റിൻ്റെ ഒക്കെ ഇതിൽ എന്താ പറയുക, ഈ ഒരു സിറ്റിയുടെ ഒരു ഈവനിങ് വൈബ് കാണണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ കറങ്ങാൻ വരുന്നവർ, ഡൽഹിക്ക് കറങ്ങാൻ വരുന്നവർ ചൂസ് ചെയ്യേണ്ട ഒരു ബെസ്റ്റ് ടൈം എന്ന് എനിക്ക് തോന്നിയത് ഈ ഒരു സമയം. ഇവിടെ നിന്ന് ഇന്ത്യ ഗേറ്റിന്റെ നേരെ മുമ്പ് നമുക്ക് കാണാൻ പറ്റുന്നത് രാഷ്ട്രപതി ഭവനാണ്. അത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, വളരെ ദൂരെയാണ്. ആ ലൈറ്റ് കാണുന്നുണ്ട് സെന്ററിൽ, അത് രാഷ്ട്രപതി ഭവനാണ്. വളരെ ദൂരെയായിട്ട് കാണുന്നുണ്ട്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുമോ, ഇവിടെ അങ്ങോട്ട് തിരുമ്പോഴത്തേക്ക് ഇന്ത്യ ഗേറ്റും അവിടെ അങ്ങോട്ട് തിരുമ്പോഴത്തേക്ക് രാഷ്ട്രപതി ഭവനും. ഒരു റോഡിന്റെ സെന്ററിൽ വന്നാൽ കാണാൻ പറ്റുന്ന രണ്ട് അടിപൊളി വിഷ്വലാണ്. ഇന്ത്യ ഒരു സംഭവല്ലേ, നമുക്ക് എന്ത് രസം നോക്കിയത് കാണാനായിട്ട്. നമ്മൾ ഇന്ത്യക്കാര് എനിക്ക് തോന്നുന്നു മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളാണ്. നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് എന്തൊക്കെയുണ്ട് ഒന്ന് പോയി കണ്ട് അറിഞ്ഞിരിക്കുന്നത് ഒരു എന്താ പറയുക നല്ലൊരു കാര്യമാണ്. ഇത് ഇന്ത്യ ഗേറ്റിലോട്ട് പോകാനായിട്ടുള്ള അണ്ടർവേ പാസേജ് ആണ്, നടന്നു പോകാം. അവിടെ മെയിൻ റോഡാണ്. മെയിൻ റോഡിന്റെ താഴെ കൂടെ അപ്പുറത്ത് ഇന്ത്യ ഗേറ്റിലോട്ട് പോകാനായിട്ടുള്ള വഴിയാണ്. തണുപ്പായതുകൊണ്ട് പോകാനുള്ള വഴിയിൽ ആരുമില്ല. തിരിച്ചു വരുന്ന വഴിയിൽ നിറച്ച ആളുണ്ട്. കണ്ട നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. അതായത് കാണാൻ പോകുന്നവരും കണ്ടിട്ട് തിരിച്ചു വരുന്നവരായിട്ട് നല്ല ക്രൗഡ് ഉണ്ട്. ഇവിടെ നിന്ന് പയ്യനെ കിട്ടിട്ടുണ്ട്. ഇപ്പൊ ലോങ് ആയിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരു വ്ലോഗ് വീഡിയോ ഇത് ആദ്യമായിട്ടായിരിക്കും. സാധാരണ ഞാൻ ഭയങ്കര മടിയാ പബ്ലിക്കിൽ സംസാരിക്കാനായിട്ട്. ഇവിടെ പിന്നെ ആരുമില്ലല്ലോ കേൾക്കാൻ. ഇവിടെ ഒരു കോൺഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മലയാളീസ് ഉണ്ട്, പക്ഷെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ബാക്കിയൊക്കെ ഹിന്ദിക്കാരാ. അവര് ഞാൻ എന്താ ചെയ്യണമെന്ന് ഇങ്ങനെ കണ്ണു നല്ല നോക്കിക്കൊണ്ട് പോകത്തുള്ളൂ. സ്റ്റെപ്പ് കയറി വരുമ്പോ കാണുന്നത് ഇന്ത്യ ഗേറ്റ്. അത്ര കാണാൻ പറ്റത്തില്ല, മരമൊക്കെ ഉള്ളത് കൊണ്ട് മുകൾ ഭാഗം മാത്രം അറിയാൻ പറ്റും. എന്താ കാണുന്നുണ്ട തിളക്കം കിട്ടാ. ഇത്രയും ഭംഗിയില് ഇതിൽ കൂടുതൽ ക്ലോസ് ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പറ്റുമായിരിക്കും. അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ വരുന്നുണ്ട് ലൈറ്റിങ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണണമെന്നുള്ള ആഗ്രഹം വന്നത് എന്താ പറയുക, എൻ്റെ ചേട്ടൻ ഇതൊക്കെ ഇന്ത്യ ഗേറ്റ് കണ്ടതിന്റെ ഫോട്ടോ ഒക്കെ ഫോണിൽ കിടക്കുന്നതായി കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതൊക്കെ കാണണം എന്നൊരു സംഭവം തോന്നി. വിചാരിക്കുന്ന പോലെ കേട്ടോ, നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പെന്ന് വെച്ചാൽ ജാക്കറ്റ് ഇടാതെ നിന്ന് കഴിഞ്ഞാൽ പല്ലൊക്കെ കൂട്ടിയിടിച്ച് മുട്ടക്കളറച്ച് കാലിനൊക്കെ കോച്ച് വതം വന്നോണ്ടൊക്കെ ഇരിക്കും. പിന്നെ കുറച്ച് സ്പീഡിലൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നതോറും നമ്മുടെ ഈ ചൂടറിയില്ല, കുറച്ചു നേരം ബോഡി ഒന്ന് ഹീറ്റ് ആവും. അത് വെച്ചിട്ട് കുഴപ്പമില്ല. അല്ലാതെ ഒരു സ്ഥലത്ത് ഒരേ കണക്ക് നിന്ന് കഴിഞ്ഞാൽ തണുത്ത് കുറച്ച് മരിക്കും മനുഷ്യൻ. ഭവനും ഇന്ത്യ ഗേറ്റും കാണുന്നതും പിന്നെ ഇതിന്റെ ലൈറ്റിങ്ങും ഈ ഒരു വ്യൂവും ഒക്കെയാണ് ഇതിന്റെ ഒരു ഭംഗി. ഇത് കാണാനാണ് ഇത്രയും ആൾക്കാർ വന്നേക്കുന്നത്. ഭയങ്കര റെസ്ട്രിക്ഷൻ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എൻട്രി സമയത്തൊന്നും അങ്ങനെ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളായിട്ടൊന്നും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രീ ആയിട്ട് വന്ന ആ ഒരു ഫീൽ തന്നെ വേറൊന്നാണ്. ഇനി അടുത്ത പ്ലാൻ എന്താ? കറങ്ങി കാണലാണോ? ഇനി നമുക്ക് ഇന്ത്യ ഗേറ്റ് മൊത്തത്തിൽ ഒന്ന് കാണണം. എന്റെ കൈ മൊത്തം ഫ്രീസായി. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത്രയും തണുപ്പുണ്ടോന്ന്. കുറെ തണുപ്പൊട്ടും പറ്റാത്തവർക്ക് അത്രയും തണുപ്പായിട്ട് ഫീൽ ചെയ്യും. എനിക്കാണെങ്കിൽ തണുപ്പ് അധികം പറ്റത്തില്ല. ഞങ്ങള് 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പാണ്. 24-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ തണുപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു മതിയാക്കാം, തിരിച്ചു പോകാന്ന് പറഞ്ഞു. പിന്നെ ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, ജാക്കറ്റ് ഒക്കെ ഇട്ട്. ആ സമയത്ത് നമ്മൾ ജാക്കറ്റ് കൊണ്ടുവന്നായിരുന്നു, ജാക്കറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പൊ ഈ ജാക്കറ്റ് ഒരു കൈ പിടിച്ചേക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ തണുപ്പുണ്ട്, പക്ഷെ കൈയും നമ്മുടെ മൂക്കും ചുണ്ടൊക്കെ മാത്രമേ ഇങ്ങനെ തണുക്കുന്നുള്ളൂ. ഫുൾ ബോഡി ഷേക്ക് ആവുന്നില്ല. ആ ഷേക്കായി തുടങ്ങുമ്പോൾ ഞാൻ ഈ ജാക്കറ്റ് എടുത്തിടും.
എനിക്കിങ്ങനെ വ്ളോഗിങ് എടുത്തുന്ന എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് അറിയില്ല. ശരിക്കും അതുകൊണ്ടാണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബ്ലണ്ടർ ഉണ്ടാവും. നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്താ പറയുക, പറ്റുമെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഇനി ചെയ്യുന്ന വീഡിയോസിലൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. എനിക്കിപ്പോഴും എന്താ വീഡിയോ എടുക്കുന്നതിൽ പേടിയുണ്ട്. കാരണം എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂട്യൂബാണ് എന്ത് റിയാക്ഷൻ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ആരും കാണില്ലായിരിക്കും. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ഇതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. ലൈറ്റ് എത്തുന്ന ബോയൊക്കെ വെച്ചിട്ട് പിള്ളേർ പോകുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്കും അവരൊക്കെ നോക്കുന്നു. ആ പട്ടാളക്കാരൊക്കെ എനിക്കറിയാം പേടിയാവുന്നു. പിടിച്ചങ്ങനെ വെക്കുമെന്നോ. അവർ ചുമ്മാന്നും പിടിക്കില്ല കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാ. എന്താ അവിടെ ഒരാൾക്കൂട്ടം അറിയാമല്ലേ? അവിടെ സ്റ്റാച്ചു ആണ്. ശരിക്കും പറഞ്ഞ രാജ്യം ഇഷ്ടപ്പെടുന്ന ഏതൊരു രാജ്യസ്നേഹിക്കും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണിത്. എനിക്കിപ്പോ എന്താ ഓർമ്മ വന്നെന്നറിയോ, സ്കൂളിലൊക്കെ പ്ലെഡ്ജ് പറയുമല്ലോ, ഐ ലവ് മൈ കൺട്രി. അതിന്റെയൊക്കെ പവർ സത്യം പറഞ്ഞ ഫീൽ ചെയ്യുന്നത് കാണുമ്പോഴാ. നല്ല രസമുണ്ട്. എന്റെ ചുറ്റും ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ആ കൈ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പിടിച്ചകത്തിടും. അതുകൊണ്ട് കൈയൊക്കെ വെളിയിൽ വെച്ചു. കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഈശ്വര, ടോർച്ച് എത്തിച്ച് നെഞ്ചെത്തിച്ചേക്കുന്നത് പെട്ടതൊക്കെ എന്തിനായിരിക്കും ടോർച്ച് എത്തിച്ചേക്കണേ? ലൈറ്റ് നോക്കുവാണോ? തിരിയുമ്പോ നോക്കുവോ? ഏതാണ്ട് നെഞ്ചിലൊരു ടോർച്ച് എത്തിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടാ? അത് മൊബൈലിലെ ഫ്ലാഷ്. അതിന്റെ എത്തിച്ചേക്കണേ. അത് നമ്മളെ സംബന്ധിച്ച് അതൊക്കെ ടോർച്ചാണ്. മനസ്സിലായി. നമ്മളെ തിരിച്ചു പോവാണ്. ഇപ്പൊ തന്നെ ഞാൻ വിറച്ചു വെച്ചൊരു പരിവായേ. വീഡിയോ ഫ്രണ്ടിൽ പോകുന്നുണ്ടേ ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് വരുന്നുണ്ട്. ചിലരെങ്കിലും വിചാരിക്കുന്നത് എനിക്ക് എന്താ പട്ടാണെന്ന്. അങ്ങനെ നോക്കുന്നവരുണ്ട് എന്നെ. വിചാരിക്കും നന്നായിട്ട് തരത്തില് സൗണ്ടൊക്കെ മാറുന്നുണ്ട്. സൗണ്ടൊക്കെ എടുത്തിട്ട് ജാക്കറ്റ് എടുത്തിട്ട് അത് കീറുമ്പോൾ സുഖം ഉണ്ടല്ലോ. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മി ശിൽപ ജിസൺ സൈനിങ് ഔട്ട്. താങ്ക് യു.